ഇതാണ് തുടക്കം തൊട്ടേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇരുൾ വീഴുമ്പോൾ LED ലൈറ്റുകൾ കത്തുമ്പോൾ ഈ തെക്കേ ഗോപുര നടയുടെ ദാരുശില്പചാരുതയെ പരിപൂർണമായി സമ്പുഷ്ടമാക്കുന്ന ഒന്ന് തിരുവമ്പാടി രഹസ്യമായി മാറ്റിവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഇതാണ്. ഓരോ വന്ന് വീഴുന്ന ഓരോ രശ്മിയെയും പല ശതമായി പ്രതിഫലിപ്പിച്ചുകൊണ്ട് തിരുവമ്പാടി നിറഞ്ഞാടുമ്പോൾ ജനങ്ങളുടെ ആവേശം അത് വാക്കുകളിൽ വിവരിക്കാവുന്നതേയല്ല. ഈ ജനങ്ങൾ നേരത്തെ താളമാണ് തിരുവമ്പാടി, നേരത്തെ ഇലഞ്ഞിത്തറയിലും മഠത്തിൽ വരവിലും താളമാണ് ഉടലിലേക്ക് സംക്രമിപ്പിച്ചതെങ്കിൽ ഇവിടെ ആ കാഴ്ചകളാണ് ഉടലിനെ വിറപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നത്. മനുഷ്യൻ ഈ ദൃശ്യങ്ങളെ തൻ്റെ ശരീരത്തിലേക്ക്, തൻ്റെ ദേഹത്തിലേക്ക്, തൻ്റെ ഉടലിലേക്ക് ഏറ്റുപിടിക്കുകയാണ്. ഇത് ഹൃദയത്തിൽ നിന്ന് രക്തമൊഴുകുന്നത് പോലെ നാഡികളിലൂടെ പ്രവഹിക്കുകയാണ്. വീണ്ടും തിരുവമ്പാടി കുടമാറ്റം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന നേരമാണ്. അക്ഷരാർത്ഥത്തിൽ കഴിഞ്ഞില്ല, ഇനിയുണ്ട് കുടകളെന്ന് തിരുവമ്പാടി പറയുന്നുണ്ട്. കാരണം തിരുവമ്പാടിക്ക് കുറച്ച് കാണിക്കാനുണ്ട്. പാറമേക്കാവ് നേരത്തെ കാണിച്ച അതിനുള്ള മറുപടി തിരുവമ്പാടിയുടെ ഭാഗത്തുണ്ട്. എത്ര ആവേശത്തോടെയാണ് ആ ചെറുപ്പക്കാർ ആലവട്ടവും മെഞ്ചാവരും വീശുന്നത്. അതിനുശേഷം അത് താഴെ വെച്ച് അവർ കൈകൾ മേൽപോട്ട് ഉയർത്തി കരിവീരന്റെ മുകളിൽ നിന്നാണ് ഈ നൃത്തം ചെയ്യുന്നത് എന്ന് പോലും അവർക്ക് ഓർമ്മയില്ല. അത്രയേറെ ആവേശത്തോടെ ആഹ്ലാദത്തോടെയാണ് അവർ ഈ കുടമാറ്റത്തിന്റെ ഭാഗമാകുന്നത്. തിരുവമ്പാടി ഇതാ നിറഞ്ഞു നിൽക്കുന്നു. തിരുവമ്പാടി കുടകൾ വീണ്ടും ഉയർത്തുകയാണ്. പാറമേക്കാവ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് അവരുടെ കുടമാറ്റ ചിത്രത്തിൻ്റെ ആ ദൃശ്യവിസ്മയത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് മെല്ലെ കടന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. കുടകൾ ആകാശത്തുണ്ട്. പച്ചക്കുടയിൽ സ്വർണ്ണവർണ്ണാഭമാർന്ന കാഴ്ചകൾ. എത്രയെത്ര കൂട്ടിച്ചേർക്കലുകളാണ്. അതെത്ര സുന്ദരമായാണ് കൂട്ടിച്ചേർത്തത്. ഒരു ശില്പം കണക്കെ തോന്നുന്ന പോലെ, ഒരു അതിമനോഹര ശില്പം പോലെ കൊത്തിയെടുത്തതുപോലെ, ശിലയിൽ കൊത്തിയതുപോലുള്ള മനോഹരമായ കുടകൾ. ജനങ്ങളുടെ ആവേശമാണ്. ഒരിക്കലും ഒരു ശക്തിക്കും അടക്കാനാവാത്ത ആവേശം. ആ ആവേശത്തിന്റെ ചാരുതയാണ് ആകാശങ്ങളിലേക്ക് പോകുന്നത്. പാറമേക്കാവ് കുടമാറ്റം അവസാനിപ്പിച്ചിരിക്കുന്നു. പാറമേക്കാവ് കുടമാറ്റത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കഴിഞ്ഞില്ല. തിരുവമ്പാടിയിൽ കാത്തുവെച്ചത് എന്തോ ഉണ്ട്. തിരുവമ്പാടിക്ക് പക്ഷേ ഇനിയും കുടകൾ ബാക്കിയുണ്ട്. അത് നേരത്തെ പാറമേക്കാവിന് കാണിക്കാൻ പാറമേക്കാവിന്റെ ഘട്ടത്തിൽ, പാറമേക്കാവ് നടന്നു പോകുന്നതിന് ആ ഘട്ടത്തിൽ കാണിച്ച കുടകളുടെ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു. ഒരു പക്ഷേ പാറമേക്കാവ് അവസാനിപ്പിച്ചാലും തിരുവമ്പാടി അവസാനിപ്പിക്കില്ല. തിരുവമ്പാടിക്ക് കുറച്ചൊക്കെ ഇനിയും ബാക്കിയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അത് വരാനിരിക്കുന്നതേയുള്ളൂ. ആ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. പൂരവുമായൊരു പൊക്കിൽ കൊടി ബന്ധമുണ്ട്. തൃശ്ശൂരിന് മാത്രമുള്ള ഒരു അടങ്ങാത്തൊരു ബന്ധമുണ്ട്. നാക്കിൻ തുമ്പിൽ തേനും വയമ്പും അടങ്ങുമ്പോൾ, പൊന്നരച്ചു ചേർക്കുമ്പോൾ അപ്പോൾ കിട്ടുന്ന രുചിയാണത്. അത് അക്ഷരത്തിന്റെ വിരൽത്തുമ്പിൽ പിടിച്ച് ഹരിശ്രീ കുറിപ്പിച്ചത് ഇതേ പൂരമാണ്. ഇത് വേനലവധിയുടെ വൈശാഖോത്സവം ഇതേ പൂരമാണ്. നിലയ്ക്കാത്ത ഓർമ്മകളുടെ ചൈതന്യമാണ് തൃശ്ശൂർ പൂരം. അത് തൃശ്ശൂരിന്റെ സ്വന്തമായ വൈശാഖോത്സവം. കുടമാറ്റം ഒരു തവണ കൂടി കുടമാറ്റത്തിന് അറുതിയാവുകയാണ്. പക്ഷേ അത് അടുത്ത വർഷം വരെ, ഒരുപക്ഷെ അതിനും അടുത്ത വർഷം വരെ ഓർത്തുവെക്കാൻ ഈ കുടകൾ മനസ്സിലുണ്ടാകും. മാനത്തുനിന്ന് വാരിയെറിയപ്പെടുന്ന ഏതു ദുരിതങ്ങളെയും തടഞ്ഞു നിർത്തുന്ന കുടകളായി മനസ്സിനെ ഇത് മാറ്റുന്നത് അതിൻ്റെ സൗന്ദര്യം മാത്രമല്ല, അതിൻ്റെ ദേവചൈതന്യം കൂടിയാണ്. അതിൻ്റെ വിശ്വാസവും ഭക്തിയുടെ തീവ്രതയുമാണ്. അത് തൃശ്ശൂർ ലോകത്തിന് നൽകുന്ന സമ്മാനം. ഈ സായന്തനത്തിൻ്റെ സുവർണ സാന്ത്വനം കാത്തിരിക്കുന്നേയുള്ളൂ. ഇനി വെടിക്കെട്ട് മാത്രമല്ല, അതിനു മുമ്പ് പാറമേക്കാവിനും തിരുവമ്പാടിക്കും എഴുന്നള്ളിപ്പുകളുണ്ട്. ഇത് ഈ രാത്രിയെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതാണ് വെടിക്കെട്ട്. അത് കമ്പക്കെട്ട് കത്തിക്കയറും. പക്ഷേ അതിനുമപ്പുറത്ത് നാളെ ഉപചാരം ചൊല്ലി പിരിയുന്നത് വരെയുള്ള മുഹൂർത്തങ്ങളിൽ ഇനിയും ഈ പൂരം അവസാനിച്ചിട്ടില്ല. പൂരം പകുതിയായിട്ടേ ഉള്ളൂ, പകലറുതിയായിട്ടേ ഉള്ളൂ. പാതിരാത്രിയും ഒരു പകുതി പകലും കാത്തിരിക്കുന്നുണ്ട്. സങ്കടത്തിൻ്റെ ഉപചാരം ചൊല്ലി പിരിയലിന് മുമ്പ് തൃശ്ശൂർ പൂരം ഒരു
മനുഷ്യന്റെ മനസ്സിനെ, മനുഷ്യായുസിന്റെ ഒരു ചെറുഖണ്ഡത്തെ സമ്പൂർണമായും ഉത്തേജിപ്പിക്കുന്ന, ഉദ്ദീപ്തമാക്കുന്ന ഒരു ഉത്സവമായി നിലനിൽക്കുകയാണ്. വരും വർഷങ്ങളിലേക്കുള്ള ആചാരങ്ങൾ, സ്വയം നവീകരണങ്ങൾ എല്ലാം ഈ പൂരം നടത്തുമ്പോൾ ഈ വൈശാഖോത്സവത്തിന് ഇത് ഈ കുടമാറ്റത്തിൻ്റെ പൂർണ്ണത, കുടമാറ്റത്തിൻ്റെ സാഫല്യം. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട നമ്മുടെ കാത്തിരിപ്പ് കഴിഞ്ഞുപോയല്ലോ കുടമാറ്റമെന്ന സങ്കടവും നിരാശയും ബാക്കി വയ്ക്കുന്നു. കാരണം ഇനിയേറെ കാഴ്ചകൾ കണ്ടിരുന്നെങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും ഇനിയും വേണമെങ്കിൽ 1-2 മണിക്കൂർ വേണമെങ്കിൽ കുടമാറ്റം കാണാൻ ഞങ്ങൾ തയ്യാറെന്ന ആവേശത്തോടെയാണ് കാത്തുനിന്നത്. പക്ഷേ ആ 2 മണിക്കൂറോളം നീണ്ട കുടമാറ്റ ചടങ്ങ് പൂർത്തിയാക്കി ആദ്യം തുടക്കമിട്ടത് പാറമേക്കാവെങ്കിൽ ആദ്യം അവസാനിപ്പിച്ചതും പാറമേക്കാവാണ്. പിന്നീട് തിരുവമ്പാടി തങ്ങളുടെ അവശേഷിക്കുന്ന കുടകൾ കൂടി ഉയർത്തിയതാ തിരുവമ്പാടിയുടെ ഗജവീരന്മാർ മെല്ലെ മെല്ലെ ആ പുരുഷാരത്തിനൊപ്പം ഇത്രയേറെ മനുഷ്യർക്കൊപ്പമാണ് ആ കരിവീരന്മാർ ഇങ്ങനെ മന്ദം മന്ദം ചെവികൾ ആട്ടിക്കൊണ്ടിങ്ങനെ നടന്നു നീങ്ങി വരുന്നത്. എന്തൊരു കാഴ്ചയാണെന്ന് നോക്കൂ. നമ്മൾ ഒരുപക്ഷെ ലോകത്തെവിടെയും ഏതൊരു സമൂഹത്തിനും അസൂയ തോന്നും വിധം ഇങ്ങനെയും ഒരു ആഘോഷമുണ്ടോ, ഇങ്ങനെയും ഒരു ആനന്ദമുണ്ടോ, ആഹ്ലാദമുണ്ടോ? ഇങ്ങനെയും സഹജീവികൾക്കൊപ്പം ഗജവീരന്മാർക്കൊപ്പം മനുഷ്യന് ആഹ്ലാദത്തിന്റെ കാഴ്ച. പാലകാപ്യത്തിന്റെയും മാതംഗലീലയുടെയും മാത്രം നാടിന് ലോകത്തിന് മുന്നിൽ സമ്മാനിക്കാവുന്ന ഒരു ആനപ്പെരുമ, ആനച്ചേലിന്റെ പൂരം, ആനന്ദച്ചേലിന്റെ പൂരം. ആ പൂരത്തെ കുടമാറ്റം ഒരു ഹാരമണിയിക്കുന്നു. ആ സുവർണഹാരം നെഞ്ചേറ്റി തൃശ്ശൂർ പൂരം ഈ സായന്തനത്തെ അവിസ്മരണീയമാക്കുമ്പോൾ ഇനി കടന്നു വരാനിരിക്കുന്നത് രാത്രിയിലെ എഴുന്നള്ളത്തുകളാണ്. തീവെട്ടികളുടെ ശോഭ ഈ സ്വർണ്ണ നെറ്റിപ്പട്ടങ്ങളിൽ തട്ടിപ്രതിഫലിക്കുമ്പോൾ കിട്ടുന്ന അസുലഭമായ കാഴ്ച ഒരു വശത്ത്, മേളപ്പെരുക്കങ്ങളിൽ തരിമ്പും വീഴ്ചയില്ലാതെ കൊട്ടിക്കയറുന്ന പല കാലങ്ങൾ മറുവശത്ത്. കാലാതിവർത്തിയാവുകയാണ് തൃശ്ശൂർ പൂരം. മറ്റ് ഏത് വർഷങ്ങളെയും പോലെ ഒരു വർഷം കൂടി തൃശ്ശൂർ പൂരം കാലാതിവർത്തിയാവുന്നു. കുടമാറ്റത്തിൻ്റെ ജനക്കൂട്ടം തെല്ലി പിരിയുന്നു. നേരത്തെ നോക്കൂ മണ്ണിൽ നക്ഷത്രങ്ങൾ വീണതോ യുക്തി കൊണ്ട് പറയാനാവില്ല. പക്ഷേ അത് ഏതു കൽപ്പനകളെയും ഭ്രമിപ്പിക്കുന്ന ആ കാഴ്ച ഒരിക്കൽ കൂടി സമ്മാനിച്ചുകൊണ്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ ഇന്നത്തെ പതിപ്പിലും ആദ്യ പകുതി പിന്നിടുകയാണ്. കുടമാറ്റം എന്ന സിന്ദൂരപ്പൊട്ട്, കുടമാറ്റം എന്ന ആ മഹാചൈതന്യം മറ്റൊരു സുവർണഹാരമായി വടക്കുന്നാഥനെ സാക്ഷിയാക്കി ഇരു ഭഗവതിമാരും ഇതാ മനുഷ്യന് സമ്മാനിച്ചിരിക്കുന്നു. മനുഷ്യൻ ദേവനായി, ദൈവങ്ങൾക്കായി, മനുഷ്യൻ എല്ലാ ദേവചൈതന്യങ്ങൾക്കും വേണ്ടി ഇത് ഒരിക്കൽ കൂടി തൃശ്ശൂരിൻ്റെ വഴിപാട്. അങ്ങനെ പൂരത്തിൻ്റെ ഏറ്റവും നമ്മളെല്ലാം കാത്തിരുന്ന, കഴിഞ്ഞ പൂരത്തിൻ്റെ കുടമാറ്റം കഴിഞ്ഞ് അടുത്ത പൂരത്തിൻ്റെ കുടമാറ്റം കാണാൻ കാത്തിരുന്നത് പോലെ ഇനി അടുത്ത വർഷത്തെ പൂരം എന്നാണ്. അടുത്ത വർഷത്തെ കുടമാറ്റത്തിൽ എന്തൊക്കെ അത്ഭുതങ്ങളാണ് തിരുവമ്പാടിയും പാറമേക്കാവും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവുക എന്ന ചിന്തകളിലേക്കും കൗതുകങ്ങളിലേക്കും കടക്കുന്ന കാലമാണ്. ഗജവീരന്മാർ എത്ര നേരം മനുഷ്യന്റെ ആഘോഷത്തിന്റെ ഭാഗമായി തീർച്ചയായും ഒരു വട്ടം കൂടി പൂരം മനുഷ്യന്, പൂരം ലോകത്തിന് ഒരുമയുടെ മഹാസന്ദേശം നൽകുന്നു. അടുത്ത പൂരക്കാഴ്ചകളിലേക്ക് പൂരക്കാഴ്ചകൾ തീരുന്നില്ല. വെടിക്കെട്ട് കാത്തിരിക്കുകയാണ്, കമ്പക്കെട്ട് കാത്തിരിക്കുകയാണ്. തൽക്കാലം ഞങ്ങൾ ഇവിടെ പറയുന്നു സന്തോഷം.